ഇസ്ലാമിക പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇഖാമത്ത് ദീൻ എന്ന വിവക്ഷ, അതായത് പരിപൂർണമായും ഇസ്ലാമികതയെ സംസ്ഥാപിക്കുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. അത്തരമൊരു സംജ്ഞയെ വിശദീകരിക്കുമ്പോൾ ശരിക്കും ഇസ്ലാമിക പ്രവർത്തകർക്ക് അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാകുമെങ്കിലും ഒരു സംവാദത്തിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ചർച്ചകളിലോ എതിർക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ഇഖാമത്ത് എന്ന വിവക്ഷയെ എതിർക്കുന്ന ഒരു പാർട്ടിയോട് അവർ പറയുകയാണ് സമ്പൂർണ്ണ മതസ്ഥാപനം എന്നുള്ളത് തന്നെയല്ലേ മതരാഷ്ട്ര സംസ്ഥാപനം എന്ന് പറഞ്ഞാൽ അതിന് പറയാവുന്ന ഏറ്റവും ഉചിതമായ ഒരു മറുപടി ലഭിച്ചാൽ കൊള്ളാം. നേരത്തെ വിശദീകരിച്ച കഴിവാണ് സമൂഹത്തിൽ സ്ഥാപിക്കുന്നത് എന്ത്, സമൂഹത്തിൽ സ്ഥാപിക്കാതെ സമുദായത്തിൽ മാത്രം സ്ഥാപിക്കുന്നത് എന്ത്, സമുദായത്തിൽ സ്ഥാപിക്കുന്നത് ആരാധനാകർമ്മങ്ങളും സമൂഹത്തിൽ സ്ഥാപിക്കുന്ന പൊതുമൂല്യങ്ങളാണ്. മദ്യരഹിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥ സൃഷ്ടിക്കുക, പലിശ കുറഞ്ഞുകൊണ്ട് വരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ സൃഷ്ടിക്കുക, ഈ പൊതുമൂല്യങ്ങളാണ് ഇന്ന് ലോകത്തെല്ലാവർക്കുമുള്ള നിലപാടാണ്. ഇത് കൃത്യമായി ഞാൻ പറഞ്ഞ കേസാണ്. ഇവിടെ സമൂഹത്തിൽ സ്ഥാപിക്കാൻ വെച്ചാൽ ഈ പദാർത്ഥമാണ്. മതം സ്ഥാപിക്കലല്ല, ഏകദൈവ വിശ്വാസം അടിച്ചേൽപ്പിക്കലല്ല, നിസ്കാരം നോമ്പ് അടിച്ചേൽപ്പിക്കലേ അല്ല. മറുഭാഗത്ത് ധാർമ്മികമായ പ്രവർത്തനങ്ങൾ, പരിശീലനമുള്ള പ്രവർത്തനങ്ങൾ അത് പരമാവധി കുറച്ചുകൊണ്ടുവരിക, വർഗീയത കുറച്ചുകൊണ്ടുവരിക, വിഭാഗീയത കുറച്ചുകൊണ്ടുവരിക, ഇതാണ് സമൂഹത്തിൽ സ്ഥാപിക്കുക. അത് സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും. അത് സ്ഥാപിക്കുന്നതിൽ വിജയിച്ചാൽ ആർക്കെങ്കിലും വല്ല കുഴപ്പമുണ്ടോ? മാർക്സ് ഇസ്ലാമിക് ക്യാമ്പയിൻ നടത്തി കേരളം മദ്യമുക്തമായാൽ എന്താ ഇവിടെ അപകടമാണോ നന്മയാണോ ഉണ്ടാവുക? മാർക്സ് ഇസ്ലാമിക് ക്യാമ്പയിൻ നടത്തി കേരളം ഈ ഒരു സദാചാര വിശദമായ കമ്മ്യൂണിറ്റിയായി മാറിയാൽ കേരളത്തിൽ നന്മയാണോ ഉണ്ടാവുക തിന്മയാണോ? അതോ മാർക്സ് ഇസ്ലാമിക് ക്യാമ്പയിൻ നടത്തി കേരളത്തിൽ മുസ്ലിങ്ങളില്ലാത്ത ബാക്കി എല്ലാവരും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുമെന്നാണോ? അല്ല, ഒരിക്കലും അതല്ല. മാർക്സ് ഇസ്ലാമിക് ഇഖാമത്ത് ദീൻ എന്ന് പറയുമ്പോൾ ആ ദീൻ വ്യക്തിയിൽ നടത്തേണ്ടതുണ്ട്, മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട്, സ്വന്തം ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്, സമൂഹത്തിൽ നടത്തും. വിശ്വാസം മനസ്സിലും ബുദ്ധിയിലും സൂക്ഷിക്കേണ്ടതാണ്, ആരാധനകൾ വ്യക്തിയുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതാണ്, കുടുംബത്തിൽ സൂക്ഷിക്കേണ്ടതാണ്, സാമൂഹിക വ്യവസ്ഥ പൊതുസമൂഹത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. ആ സാമൂഹിക വ്യവസ്ഥ പൊതുസമൂഹത്തിൽ പ്രബോധനം ചെയ്യും, അത് നടപ്പാക്കാൻ അവസരം കിട്ടിയാൽ നടപ്പാക്കും. ഇത്രയും അർത്ഥമുണ്ട്. ഉദാഹരണത്തിന് ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു പഞ്ചായത്ത് പൂർണ്ണമായും അവിടുത്തെ 18-12 സീറ്റിൽ ഭൂരിപക്ഷം കിട്ടിയെന്നിരിക്കട്ടെ. കേരള സർക്കാർ നിലവിലുള്ള നിയമം മാറ്റി പഴയ നിയമം അനുസരിച്ച് ഒരു പഞ്ചായത്തിൽ മദ്യശാല സ്ഥാപിക്കണമെന്ന് തീരുമാനിച്ച അധികാരം വീണ്ടും പഞ്ചായത്തിന് തിരിച്ചു കൊടുക്കൂ എന്നിരിക്കട്ടെ. ഇപ്പം ഇല്ല, എടുത്തു കളഞ്ഞു, കൊടുക്കൂ എന്നിരിക്കട്ടെ. അങ്ങനെയുണ്ടെങ്കിൽ ആ പഞ്ചായത്ത് സമിതി ആ പഞ്ചായത്തിന്റെ അതിർത്തിയിൽ മദ്യശാല വേണ്ട എന്ന് തീരുമാനിക്കുന്നതാണ് ഇഖാമത്തുൽ. ഇത് മതരാഷ്ട്രമാണോ? എൻ്റെ ഒറ്റ ചോദ്യമുള്ളൂ. ഇതിന് അധികാരം, അത് ഒരു സെക്യുലർ ഗവൺമെന്റിൽ പഞ്ചായത്തിന് നിക്ഷിപ്തമായ അധികാരം പ്രയോഗിക്കുന്നത് മതരാഷ്ട്രമാണോ? ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. ജമാഅത്ത് ഇസ്ലാമിന്റെ പഞ്ചായത്തിന് ഭൂരിപക്ഷം കിട്ടി, മദ്യം വേണമെന്ന് തീരുമാനിക്കേണ്ട അധികാരം ഇടതുപക്ഷ സർക്കാർ എടുത്തിറങ്ങി പഞ്ചായത്തിന് തിരിച്ചു കൊടുത്തു. ആ ഭൂരിപക്ഷം കിട്ടിയ പഞ്ചായത്തിൽ തൽക്കാലം നിലവിലുള്ളത് അവിടെ നിൽക്കട്ടെ, പുതിയ മദ്യശാല ഒന്നും തുടങ്ങേണ്ടതില്ല എന്ന് ജമാഅത്ത് ഇസ്ലാമി തീരുമാനിച്ചാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇഖാമത്തുൽ ദീൻ ആണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ചോ മനുഷ്യന്റെ നന്മയനുസരിച്ചോ തെറ്റ് എന്ന് പറയാൻ നമുക്ക് കഴിയുമോ എന്നതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ചോദ്യം. അത്രയേ ഉള്ളൂ.